ഇപ്പോൾ വരുന്നൊരു വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ജയശ്രീ തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയെന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ ഹാജരാകാൻ SIT നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീ അവിടെ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തർ ചേരുന്നു ഈഞ്ചക്കലിൽ നിന്ന്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. അവരെപ്പോഴാണ് എത്തിയത്? ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? എന്തൊക്കെയാണ് SIT കണക്ക് കൂട്ടുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് SIT നിർദ്ദേശിച്ചതാണ്. ശേഷമാണ് ഇവർ കോടതികളിൽ മുൻകൂർ ജാമ്യം തേടിപ്പോയത്. പക്ഷേ പിന്നീട് ആ ഘട്ടത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് നിർണായക ചോദ്യം ചെയ്യലാണ്. അതായത് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം സെക്രട്ടറി ആയിരുന്നു ജയശ്രീ. ഇവരുടെ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് ഇവരെ നേരത്തെ ചോദ്യം ചെയ്യാതിരുന്നത്. സിവിയർ ഡയാലിസിസ് പേഷ്യന്റ് എന്നുള്ളതായിരുന്നു അവർ നേരത്തെ ഇവരുടെ ആന്റിസിപ്പേറ്ററി ബെയിലടക്കം ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവർ നടത്തിയത്, അതായത് ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന ഉത്തരവിൽ മാറ്റം വരുത്തിയത് ജയശ്രീ എന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെയും അതേപോലെ തന്നെ SITയുടെയും കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ അനിവാര്യമാണെന്ന് കോടതിയിൽ SIT അറിയിക്കുകയും ചെയ്തു. അതായത് തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാനുള്ള തീരുമാനം, അത് ദേവസ്വം മീറ്റിംഗിന് ശേഷം, ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം കൃത്രിമത്വം കാണിച്ച ദേവസ്വം മിനിറ്റ്സിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒപ്പിട്ടത് ജയശ്രീ ആണ് എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. എന്നാൽ ഇവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് എത്തിയത് സ്വാഭാവികമായും അത് SITയെ സംബന്ധിച്ച് അടുത്ത ഘട്ട നീക്കത്തിലേക്ക്, ഉദ്യോഗസ്ഥലത്തിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ട നീക്കത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇന്ന് ഒരുപക്ഷെ പുറത്തേക്ക് വരും. അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് VSSCയിൽ പരിശോധനയ്ക്ക് അയച്ച പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് ഇന്നാണ് വരേണ്ടത്. ശബരിമലയിൽ ഗോവർദ്ധനിൽ നിന്നും അതേപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള സ്വർണം അത് ശബരിമലയിലെ സ്വർണം തന്നെയാണോ അല്ലയോ എന്നുള്ള കാര്യം അത് ഉറപ്പിക്കാൻ ഇന്നത്തെ പരിശോധനാ റിപ്പോർട്ട് നിർണായകമാണ്. മാത്രവുമല്ല ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക്, അതായത് ഉദ്യോഗസ്ഥലത്തിന് പുറമെ മറ്റാരെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങളും നിർണായകമായി മാറും. അതേപോലെ ഈ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു, ദണ്ഡിക്കൽ മണിക്ക്, അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഡി മണിയെ കേന്ദ്രീകരിച്ച് SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഡി മണിയെ ഇക്കാര്യത്തിൽ ഡയറക്റ്റ്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം ഈ പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് അത് പക്ഷെ വേറെ സെപ്പറേറ്റ് ഒരു കേസായി അന്വേഷിക്കേണ്ട അനിവാര്യതയാണെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും ഡി മണിയെ കേന്ദ്രീകരിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ അന്വേഷണമില്ല. പക്ഷേ കേരളത്തിനകത്ത് നിർണായകമായ ചില ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കാം. അതൊരു പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഈ പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിന്റെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓണേഴ്സ് ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളിലും വിശദമായ അന്വേഷണത്തിനാണ് SIT ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.